അത് ഗംഭീരം, ഭഗവാൻ സഹായിച്ചിട്ട് ഗംഭീരം, അങ്ങ് പറഞ്ഞ പോലെ ഗംഭീരം. കാരണം കേരളത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് കാലെടുത്ത് വെച്ച വർഷം കൂടി ആയിരുന്നു അത്. ഇത് കുറച്ച് രഹസ്യങ്ങൾ കൂടി കൊണ്ടുവെക്കും. എന്നിട്ട് പഴനിയിൽ അവര് താമസിക്കുമ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് പഴനിക്ക് വയ്യാപുരി എന്ന് പേരിടണം. പഴനിക്ക് വയ്യാപുരി എന്ന് പേരുണ്ട്. വയ്യാപുരി എന്ന് അർത്ഥം ലോകത്തിന്റെ തലസ്ഥാനം. വയ്യാന്ന് ലോകം ഒരു തലസ്ഥാനം, ലോകത്തിന്റെ തലസ്ഥാനം എന്നാണ് അർത്ഥം. ഉറപ്പായിട്ട് നമുക്കറിയാലോ, ഈ നമ്മുടെ ഈ ഡ്യൂട്ടി തുടങ്ങിയ ശേഷം ഉണ്ടായി ഭാരതത്തിനുണ്ടായ ആ മാറ്റം ഒരു 2014 തൊട്ട് 13 തൊട്ട് നോക്കുക. നമ്മുടെ മുരുകയുഗം അവിടെയാണ് ആരംഭിക്കുന്നത്. അവിടുന്ന് തൊട്ട് 2018 ശേഷം നമ്മുടെ ഓരോ ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഓരോ ഭാരതം എത്രത്തോളം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്നു എന്നുള്ള ലെവലിലേക്ക് നോക്കിയാൽ നമ്മുടെ ആ ദൗത്യത്തിന് ഭഗവാൻ എത്ര വ്യക്തമായിട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് മനസ്സിലാവും. നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്ത, തത്വമയുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത നമ്മുടെ സ്വന്തം രജിത്ജിയാണ്. LMRKയുടെ ക്യാപ്റ്റൻ ശ്രീ രജിത് കുമാർ. ശ്രീ രജിത് കുമാറിൻ്റെ യാത്രയോടൊപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായി, ഏതാണ്ട് 7 വർഷങ്ങളായി സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു മാധ്യമ സ്ഥാപനം കൂടിയാണ് തത്വമയി. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഒപ്പം സഞ്ചരിക്കാനും പല പരിപാടികളിലും ഒപ്പം പങ്കെടുക്കാനുമുള്ള ഭാഗ്യവും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്, ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഇന്നും നമ്മൾ സംസാരിക്കുന്ന അത് രജിത്ജിയോടാണെങ്കിലും രജിത്ജി കടന്നു വന്ന ഘട്ടങ്ങളുടെ ഓരോ പടവുകളിലും നമ്മൾക്ക് അവിടെ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ഭാഗ്യമാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്നും അങ്ങനെ ഒരു സന്ധിയിലാണ് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. രജിത്ജി നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ വർഷം LMRKയെ സംബന്ധിച്ചിടത്തോളം, അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒരു നിറവിൻ്റെ വർഷമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഉജ്ജയിനിലെ യാഗം നടക്കുന്നു, LMRKയുടെ 7ാം വാർഷികം നടക്കുന്നു, അതുപോലെ മയൂരം ജ്ഞാനപ്പഴം പ്രോഗ്രാംസ് നടന്നു. പിന്നെ അഗ്നി യാഗത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ അഗ്നി ഹോമം പഴനിയിൽ നടന്നു. അപ്പോൾ ഒരു നിറവിൻ്റെ അവസ്ഥയിലാണ് അങ്ങ്. എങ്ങനെ കാണുന്നു ഇതുവരെയുള്ള ആ ഒരു യാത്രയെ, അതേപോലെ കഴിഞ്ഞ വർഷത്തെ? അത് ഗംഭീരം, ഭഗവാൻ സഹായിച്ചിട്ട് ഗംഭീരം, അങ്ങ് പറഞ്ഞ പോലെ ഗംഭീരം. കാരണം കേരളത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് കാലെടുത്ത് വെച്ച വർഷം കൂടി ആയിരുന്നു അത്. എന്റെ പുസ്തകത്തിന് യുഗപ്പിറവിക്ക് എന്ന് പറഞ്ഞ പുസ്തകം പെട്ടെന്ന് 12ാം പതിപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇത് 10ാം പതിപ്പാണ്. ഇപ്പൊ 12ാം പതിപ്പിലേക്ക് എത്തിയത്. നമുക്ക് 10ാം പതിപ്പിന്റെ പ്രോഗ്രാം നടന്നു ഗുരുവായൂർ. അങ്ങ് പറയുന്നത് ഒരുപാട് പ്രോഗ്രാംസ് 2024 ഭഗവാൻ സാഹിത്യം നടന്നു. ഉജ്ജയിനിലെ യാഗം തൊട്ട് നടന്നു. അവസാനം ഡിസംബർ 13 അഗ്നിഹോമം. വളരെ എന്താ പറയാ, ഓരോ പ്രോഗ്രാം ഭഗവാന്റെ അനുഗ്രഹത്തിൽ അതിഗംഭീരമായി വന്നവരും വർക്ക് ചെയ്തവരും ഹാപ്പി ആയിട്ട് പോണു. പുസ്തകം സ്വീകരിക്കപ്പെടുന്നു. മലയാളികളുടെ ഇടയിൽ LMRKയ്ക്ക് ഒരു വിശ്വാസത, സ്നേഹവും ആദരവും ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമ്മുടെ വഴിത്താരകളിൽ ഉള്ള ഒരു വളരെ മനോഹരമായ നിമിഷങ്ങൾ. വളരെ മനോഹരമായ നിമിഷങ്ങൾ. അങ്ങ് പറഞ്ഞത് ഇതിന്റെ ഒരു ഭൗതിക തലത്തിലാണ്. പക്ഷേ ഈ ഇത്തരം നല്ല അനുഭവങ്ങളും നല്ല പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങയുടെ ആത്മീയ തലത്തിലുണ്ടാകുന്ന ഒരു മാറ്റം എന്താണ്? അതായത് ഈ ഒരു മിഷനെ സംബന്ധിച്ച്, ഇതൊരു മിഷനാണല്ലോ, താങ്കൾ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ. അപ്പം ഈ ഒരു മിഷനെ സംബന്ധിച്ച് താങ്കൾക്ക് കൂടുതൽ വ്യക്തതയും കൂടുതൽ അവബോധവും കിട്ടിയ ഒരു വർഷം കൂടിയായിരുന്നു ഇത്. തീർച്ചയായും. കാരണം ഞാൻ ഭയങ്കര ഫോക്കസ്ഡാണ്. കാരണം എന്നെ ട്രെയിൻ ചെയ്തെടുത്തത് ഭഗവാൻ അങ്ങനെയാ. നമ്മുടെ ലക്ഷ്യം മാത്രം ശ്രദ്ധിക്കുക. ലോകത്ത് പലതും നടക്കണ്ടാവും, അതൊന്നും നിന്റെ പണിയല്ല. നീ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പണികൾ ചെയ്യുക, അത്ര മാത്രമാണ്. അപ്പൊ ഈ അർജുനൻ മറ്റേ കണ്ണ് കാണണമെന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലാണ് ഞാൻ നിൽക്കണം. അപ്പൊ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ആ ഫോക്കസ്ഡ്, ആ മൂർച്ച ഇങ്ങനെ കൂടി വരുന്ന ഒരു ഫീലിങ് വരുന്നുണ്ട്. കാരണം നമ്മളെപ്പോഴും ആ ഫോക്കസ് ചെയ്ത് നമുക്ക് പിന്നെ കൂടുതൽ നമ്മൾ ചെയ്യണതിന്റെ റിസൾട്ട് നമുക്ക് സാധിച്ച് കിട്ടണം. അത് നമ്മള് ഒരു സ്ഥലത്തല്ല, ഒരു വ്യക്തിയുടെ അല്ല, ഒരു സ്ഥലത്തല്ല, ഒരു സ്റ്റേറ്റിലല്ല, ഒരു രാജ്യത്തല്ല, ഒരു ലോകത്ത് തന്നെ രാഷ്ട്രീയഗതിയിൽ മാറ്റം വരുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ദൗത്യത്തിന്റെ ആ ഗാംഭീര്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ. ഓട്ടോമാറ്റിക്കായിട്ട് ആ നയിക്കുന്ന ശക്തി മുരുകവാൻ അദ്ദേഹം കൈപിടിച്ചു കൊണ്ട് പോകുമ്പോൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ ഉണ്ടാവണം നമുക്ക് കിട്ടുന്ന ഒരു ഊർജം
അനുഗ്രഹം, വ്യക്തത, ക്ലാരിറ്റി എന്നൊക്കെ പറയില്ലേ, അത് കൂടി വളരെ ഇതിലായിട്ട് വരുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഞാനും കുറെ പരിപാടികളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചില ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അപ്പോൾ പല ആൾക്കാരും ഒരു പെസിമിസം എന്ന് പറയാമല്ലോ, മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ളതാണ് ഒരു അപ്പൊ അതിൽ നിന്ന് അവരെ അനുഭവങ്ങളാണ് അവരെ ഈ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയും. കാരണം നമുക്കറിയാം, നമ്മൾ പണ്ടൊക്കെ സംസാരിക്കുമ്പോൾ മുരുകയുഗമൊന്നും അല്ലെങ്കിൽ ഭഗവാന്റെ വേല് പാർലമെന്റിൽ എത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പൊ ഈ ഭൗതികമായിട്ട് തന്നെ നമ്മുടെ ചുറ്റും കാണുന്ന മാറ്റങ്ങൾ കുറച്ചുകൂടി ഒരു വിശ്വാസ്യത കൊണ്ടുവന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ, ഇല്ലേ? തീർച്ചയായും അതൊരു 2-3 കാര്യമാണ്. നമ്മള് ആരും നിർബന്ധിക്കുന്നില്ലല്ലോ, വാ ഒരു നമ്മുടെ ചേരും എന്ന് പറയുന്നില്ല. നമ്മള് പറയണത് ഇതാണ് സംഭവം, നമ്മൾ ഡ്യൂട്ടി ചെയ്യണു. അതിൽ അപ്പൊ ഓട്ടോമാറ്റിക് വരുന്ന ആൾക്കാർ അതിൽ 100% വിശ്വാസ്യതയോട് കൂടിയിട്ടാ വരണത്. അവർക്ക് വേറെ ഡൗട്ടുകളില്ല. അവർ സമർപ്പിക്കാൻ വേണ്ടി വരികയാണ് ഭഗവാനെ. ആ ഒരു സമർപ്പണത്തിന്റെ ഒരുപാട് ആൾക്കാർ എല്ലാമാർക്കുടെ സേനാനായികളായിട്ട് വന്നിട്ടുണ്ട്, പോരാളികളായിട്ട് വന്നിട്ടുണ്ട്. അത് എന്താ പറയാ, ഇന്ന് സ്വാമി ആനന്ദത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മുരുകസേനയുടെ ഒരു പറഞ്ഞു. അല്ല, അതൊരു നല്ലൊരു വാക്കായിട്ട് തോന്നി. അത് എന്താ പറയാ, ആ ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ഒരു ആത്മാർത്ഥത, ആ സ്നേഹം, അത് ഈ ഇതിൽ വരുന്നവർക്ക് ഉണ്ട്. കാരണം അതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല, വരുന്നവർക്ക് വരാം, അത്രേ പറയുള്ളൂ. അപ്പൊ വരുന്നവര് തെളിയായിട്ടാ വരിക. തീർച്ചയായിട്ടും. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇതിന്റെ തുടക്കത്തിലൊക്കെ നമ്മൾ തമിഴ്നാട്, തീർച്ചയായിട്ടും തമിഴ് കൾച്ചറും അവിടെ ഒരു പ്രഭാവമാണ് ഫോക്കസ് ചെയ്തിരുന്നത്. കേരളം ഒരിക്കലും തൊട്ടിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്നാണ് കേരളത്തിലേക്ക് LMRK കടന്നു വന്നതും ഇത്രയും വലിയൊരു വ്യാപനം ഉണ്ടായതും. അതിനെന്തെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടോ ഈ സമയം തെരഞ്ഞെടുത്തതിൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോക്കസ് ചെയ്യുന്നതിൽ? തീർച്ചയായും നമ്മള് ഭവനാനുവാദം കിട്ടിയ ശേഷം മാത്രമേ ഞാൻ കേരളത്തിലേക്ക് വന്നുള്ളൂ. എന്നോട് എത്ര അങ്ങേക്ക് അറിയാലോ, ഒരുപാട് പേരെന്ത് കേരളത്തിലേക്ക് പരിപാടി നടത്താത്ത, കേരളത്തിൽ ചെയ്യാത്ത ചോദിക്കുമ്പോൾ സമയമായിട്ടില്ല എന്നാണ് ഞാൻ പറയാറ്. കാരണം അദ്ദേഹം അനുവദിക്കുമ്പോൾ മാത്രം, അദ്ദേഹം പറയുമ്പോൾ മാത്രം എന്തും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം അത് ആദ്യത്തെ ഒരു കുറെ കാലം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അതിലേക്ക് കാലെടുത്ത് വെക്കാണ്ട് പറയും. അദ്ദേഹം അനുവദിച്ചപ്പോഴാണ് ഞാൻ കാലെടുത്ത് വെച്ചത്. പക്ഷെ അതിലൊരു അദ്ദേഹം അനുവദിച്ചതല്ല, അതിനൊരു ശക്തി ഉണ്ട്. അത് അപ്പൊ അതിന്റെ ഒരു പ്രകമ്പനം. ഞാൻ വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണ്, കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങേക്ക് ഇങ്ങനെ ഒരു വിഷൻ കിട്ടുന്നത് വരെ, ഈ ഒരു അനുഭവത്തിലേക്ക് കടന്ന് തുടങ്ങുന്നത് വരെ അങ്ങ് വളരെ സാധാരണ ജീവിതം നയിച്ച ഒരാളാണ്. ബുക്കിലും അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷെ LMRK ഞാൻ നോക്കുമ്പോൾ LMRKയുടെ നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ആളെന്നുള്ളതിൽ സംഘടന മികവ്, ആ ടീം വർക്ക്, അവരുടെ സമർപ്പണം, ഇതൊക്കെ ഒരു ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ നിരവധി സംഘടനകൾ കാണുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു സംഘടനാ മികവും അത്തരം ഒരു അർപ്പണബോധത്തോടെ ഒരു ടീമിനെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വാർത്തെടുക്കാൻ സാധിച്ചത്? അതൊരുപാട് പേര് ചോദിക്കും. എല്ലാവർക്കും പരിപാടിക്ക് വന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഭയങ്കര അച്ചടക്കമുണ്ട്, ചിട്ടവട്ടങ്ങൾ കറക്റ്റാണ്, ഭയങ്കര നല്ല ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും, നല്ല സമന്വയം. അതിന് ഒരു ഒറ്റ ഉത്തരം പറയുകയാണെങ്കിൽ, ഒരു സേനാനായകന്റെ ട്രെയിൻ കിട്ടിയ ഒരാളല്ല ഞാൻ. അപ്പൊ അദ്ദേഹം എനിക്ക് തന്ന പേര് ക്യാപ്റ്റനാ, ഒരു ടീമിന്റെ ക്യാപ്റ്റൻ. അപ്പൊ ആ ഒരു ഗുണങ്ങള് എന്നിലുണ്ടാവും. പിന്നെ ഒരുപാട് വർഷം ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതിയ പോലെ ഞാൻ ചെറുപ്പം തൊട്ട് ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ക്ലബ്ബ് പരിപാടികളിൽ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്, പൂര കമ്മിറ്റി, അങ്ങനെ നാട്ടിൽ നമ്മളെല്ലാ പരിപാടികളിലും നമ്മൾ ഒരുപക്ഷെ ട്രെയിൻ ചെയ്ത് എടുത്തതായിരിക്കും. ആ സമയത്ത് നമുക്കൊരു ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യണതിന് നമുക്കൊരു സംഭവം നമ്മുടെ ഒരു തലയിൽ വരും എന്നത് ഇങ്ങനെ അത് നമ്മൾ നമ്മുടെ ടീമിന് ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അവർക്ക് ട്രെയിൻ കൊടുത്തിട്ട് അവരെ ആ ലെവലിൽ ഫോക്കസ്ഡ് ആക്കി. ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഡ്യൂട്ടി പോകാൻ തരുന്നു, നമ്മൾ അവരെ വിളിച്ചോട്ടിട്ട് ഇതാണ് ഡ്യൂട്ടി, ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇങ്ങനെ ചെയ്യണം എന്ന് വ്യക്തമായി കൊടുത്താൽ അത് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് അവരും മാറി. അപ്പൊ അവിടെ അതുകൊണ്ടാണ് ആ ഒരു അനുഗ്രഹത്തിൽ നടക്കുന്നത്. LMRK അങ്ങ് കാണുന്നത് എങ്ങനെയാണ്? ഒരു ഭക്തജന സംഘം എന്നാണോ, അതോ ഒരു വർക്ക് ഫോഴ്സ് എന്നാണോ, ഒരു ആർമി എന്നാണോ, ഏത് അർത്ഥത്തിലാണ് കാണുന്നത്? ഒരു വർക്ക് ഫോഴ്സ് ആണ്, ആർമി, രണ്ടും കൂടി പറയാം, രണ്ടും കൂടി ചേർന്നതാണത്. കാരണം നമ്മളൊരു ഭക്തജന സംഘടന ഒരു സ്വഭാവ രീതികൾ ഇല്ല അതിന്. കാരണം എന്ന് വെച്ചാൽ ഭക്തജന സംഘടനകളാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ കൂടിച്ചേരിക്കും, നമ്മൾ വർക്ക് ചെയ്യും, ഒരുമിച്ച് ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങൾ വെക്കും, പ്രോഗ്രാംസ് വെക്കും, ഒരു ബജറ്റ്, അങ്ങനത്തെ രീതികൾ. അതൊന്നുമില്ല. നമുക്കൊരു ഡ്യൂട്ടി കിട്ടണം,
നമ്മൾ അവരെ വിളിച്ചു കൂട്ടുന്നു, ബാബ സഹായിച്ചിട്ട് എല്ലാവരുടെ അനുഗ്രഹത്തെ സഹായത്തോടു കൂടിയിട്ട് ഡ്യൂട്ടി ചെയ്യുന്നു. തിരിച്ച് അവരവരുടെ ജീവിതത്തിലേക്ക് അവര് പോകുന്നു. ഞാൻ ഉൾപ്പെടെ എന്റെ ജോലിക്ക് പോകണു, അവരവരുടെ ജോലിക്ക് താങ്കളിപ്പോഴും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ജോലിക്ക് പോകണു. അപ്പോ എല്ലാവരും അവരുടെ ജോലിക്ക് പോയിട്ട് അടുത്ത ഡ്യൂട്ടി കിട്ടുമ്പോൾ വീണ്ടും വിളിക്കണം, വീണ്ടും കൂട്ടിച്ചേരും. ഈ പോയിട്ട് പോവലും തിരിച്ചു വല്ലും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പോയ ആൾക്കാർ അങ്ങനെ പോവല്ല ചെയ്യണത്, അടുത്ത വിളിക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ് ചെയ്യണത്. അതൊരു വലിയൊരു സംഭവമാണ്. ഞങ്ങളെപ്പോഴും വിളിക്കുക നമ്മള്. ഇതിനൊരു ഉത്തരം ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ തന്നെ, സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ ഒന്നും ഒരിക്കലും നടക്കില്ല. അത് എങ്ങനെ പറ്റില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട്, വലിയ ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന റെസ്പെക്ട്, ആത്മീയ ആചാര്യന്മാരിൽ നിന്നായാലും പൊതുരംഗത്തിലുള്ള ആൾക്കാരെ നമുക്ക് നൽകുന്ന വലിയൊരു റെസ്പെക്ട് കാണുമ്പോൾ എനിക്കറിയാം ഞാൻ എത്രത്തോളം ഉണ്ടെന്ന്. അതിനുള്ള ലെവലൊന്നും എനിക്കില്ല, എനിക്കറിയാതെ. പക്ഷെ നമുക്ക് ആ റെസ്പെക്ട് കിട്ടുന്നത് ഭഗവാന്റെ പഴനിയാണ്ടവന്റെ ആള് ഉപകരണമായിട്ട് ഭഗവാന്റെ ആള് എന്നുള്ള ലെവലിലാണ് അത് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഞാൻ നടത്തുന്ന ഒരു പ്രസ്ഥാനം അതിന്റെ പവർഫുൾ ആയിട്ട് വരിക, അതിന്റെ ഓരോ പരിപാടികളും അതിഗംഭീരമായിട്ട്. എന്നെ ഒരു തിരുവനന്തപുരത്ത് ഒരു പ്രൊഫസർ അവരെന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്. ആ ഒരു പരിപാടിക്ക് വന്നിട്ട്, സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ പ്രോഗ്രാമിൽ കാണുന്നതിനുള്ള ഗംഭീരായിരുന്നു. സൂര്യകൃഷ്ണമൂർത്തി സാറൊക്കെ എവിടെ കിടക്കണതാണ്. അദ്ദേഹത്തിന് നമ്മളോട് കമ്പയർ ചെയ്യാന്ന് അവർക്ക് തോന്നണമെങ്കിൽ, അതൊരു പ്രൊഫസറാണ്, ഒരു കോളേജിലെ പ്രൊഫസറാണ്, അവർക്ക് തോന്നണമെങ്കിൽ നമ്മള് ഒരു ഡിവൈൻ ഇതുകൊണ്ട് മാത്രം നടക്കണം. അങ്ങയുടെ ഒരു വിനയം കൊണ്ട് തോന്നുന്നതാണ്. പക്ഷെ സംഘാടന മികവിലൊട്ടും പിന്നിലല്ല LMRK അക്കാര്യത്തിൽ യാതൊരു. കാരണം വരുന്ന ഇത്രയും ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കുന്നത് തുടങ്ങി അവിടുത്തെ ആധ്യാത്മിക ചടങ്ങുകളിൽ ഉള്ള ആ ഒരു സംഘാടന മികവ് വളരെ ശ്രദ്ധിക്കാൻ. അതൊരു ഉദാഹരണം, രസമായ സംഭവം ഉണ്ട്. ഞാൻ എല്ലാ മീറ്റിങ്ങിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും. അവസാനം ഞാൻ പറഞ്ഞു, വരുന്ന ആൾക്കാരുടെ ചെരുപ്പ് അവരിട്ട് പോകും കൂട്ടായിട്ട്. അത് നമ്മളൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ച് ജോഡിയായിട്ട് വെക്കാൻ നമ്മൾ ഒരാളെ നിർത്തണം. തിരിച്ചു വരുമ്പോൾ കറങ്ങും. എന്നോട് അത് കുറെ ആൾക്കാർ, അതായത് ചെരുപ്പ് എന്നുള്ളൊരു വിഷയത്തിൽ പോലെ എന്റെ ശ്രദ്ധ പോകുന്നുണ്ട്. അതായത് ഒരു യാഗം നടക്കുന്നുണ്ട്, അതോടൊപ്പം ഇപ്പുറത്തെ പോലിലേക്കും വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ ആഹാരം കൊടുക്കുന്നതില്ല, എല്ലാ കാര്യത്തിലും അതൊരു വലിയ ഇടം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്, ഇപ്പം ഭാരതത്തെ സംബന്ധിച്ച് അങ്ങ് എപ്പോഴും പറയാറുണ്ട്, ഭാരതത്തിൻ്റെ ഒരു ദേശീയ തലത്തിൽ ഉണ്ടായ ഒരു മാറ്റം, സാമൂഹിക തലത്തിലുണ്ടായ ഒരു മാറ്റം, രാഷ്ട്രീയ തലത്തിലുണ്ടായ ആ മാറ്റങ്ങളെ എങ്ങനെയാണ് അങ്ങ് ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നത്? ഉറപ്പായിട്ട് നമുക്കറിയാലോ, ഈ നമ്മുടെ ഈ ഡ്യൂട്ടി തുടങ്ങിയ ശേഷം ഉണ്ടായി ഭാരതത്തിനുണ്ടായ ആ മാറ്റം. ഒരു 2014 തൊട്ട് 13 തൊട്ട് നോക്കുക, നമ്മുടെ മുരുകയുഗം അവിടെയാണ് ആരംഭിക്കുന്നത്. അവിടുന്ന് തൊട്ട് 2018 ശേഷം നമ്മുടെ ഓരോ ഡ്യൂട്ടികൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഓരോ ഭാരതം എത്രത്തോളം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്നു എന്നുള്ള ലെവലിലേക്ക് നോക്കിയാൽ നമ്മുടെ ആ ദൗത്യത്തിന് ഭഗവാൻ എത്ര വ്യക്തമായിട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഓരോ ഡ്യൂട്ടിക്കും റിസൾട്ട് കിട്ടുന്നുണ്ട്, അത് ഗംഭീരമായിട്ട് തന്നെ അത് നടക്കണമുണ്ട് എന്നുള്ളത് എന്താ പറയാ, അതിനൊരു ഭാഗമാവാൻ പറ്റണം എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങ് പറയുന്ന ഈ ഭാരതത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് അങ്ങ് വളരെ പോസിറ്റീവായ കുറെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ കുറെ കാഴ്ചപ്പാടുകളും ആക്കുന്നു. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ഭാരതത്തിന് ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ ചുറ്റുപാടിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നും വലിയ ഭീഷണികൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഉൾപ്പെടെ ബംഗ്ലാദേശിൽ സംഭവിച്ചത്, ശ്രീലങ്ക, മാൽഡീവ്സ് ഇതുപോലെയുള്ള രാജ്യങ്ങളൊക്കെ ഭാരതത്തോടൊക്കെ ശത്രുതയോടെ പെരുമാറുന്നു. ഭാരതത്തിനുള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കുറേ ആൾക്കാർ ശ്രമിക്കുന്നു. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത്? തീർച്ചയായും നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ ഈ ചോദ്യത്തിന് അങ്ങനെ പറഞ്ഞാലേ ഉത്തരം കിട്ടുള്ളൂ. 2013 മുരുകയുഗം ആരംഭിക്കണം. 2014 ഭാരതത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നു. ആ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 2017 നമ്മുടെ LMRK സ്റ്റാർട്ട് ചെയ്യണത്. 2017 LMRK സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകൂടി ചരിത്രത്തിലേക്ക് പോവാം. അപ്പൊ ഇതിന് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അത് കുമാരികാണ്ടായിട്ട് ബന്ധപ്പെട്ടാണ്, ബോഗർ മഹർഷിയായിട്ട് ബന്ധപ്പെട്ടാണ്, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ചരിത്രമായിട്ട് ബന്ധപ്പെട്ടാണ്. കുമാരികാണ്ഡത്തിന്റെ ഒരു സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായ ഒരു സമയത്ത് വേറെ പ്ലാനറ്റിൽ നിന്നുള്ള ആൾക്കാർ സെർച്ച് ചെയ്ത് വരുന്നു. നമ്മൾ സെർച്ച് ചെയ്യണ പോലെ നാസ പല ഇത് സെർച്ച് ചെയ്യണ പോലെ അവരിവിടെ വന്നു താമസിക്കുന്നു. ആ താമസിക്കുന്നവരുടെ ലീഡറാണ് മുരുകഭഗവാൻ. അവരുടെ നേതാവാവണു, അവരുടെ ഗുരു ആവണു, അവരുടെ ദൈവമാവുന്നു.
അവർക്കെല്ലാ ഗൈഡൻസും കൊടുക്കണം, അവർക്കൊരു ഭാഷ കൊടുക്കണം, ആ തമിഴ് എന്നുള്ള ഭാഷ കിട്ടണം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം എല്ലാ ആൾക്കാരെയും തോൽപ്പിച്ചൊരു തലസ്ഥാനം ഉണ്ടാക്കുന്നു. ആ തലസ്ഥാനത്തിന്റെ പേര് വയ്യാപുരി എന്നാണ്. വയ്യാപുരിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ലോകം ഭരിക്കുന്നു. കുറെ കാലം കഴിയണം, അത് കടലെടുത്ത് പോകണം. കുമരിയാണ് കടലെടുത്ത് പോകണം. കുറെ ആൾക്കാർ വേറെ മൈഗ്രേറ്റ് ചെയ്ത് പോകണം പല സ്ഥലങ്ങളിലേക്ക്. കുറെ ആൾക്കാർ മരിക്കണു, കുറെ ആൾക്കാർ വേറെ ഡൈമെൻഷനിലേക്ക് തിരിച്ചു പോകണം. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ബോഗർ മഹർഷിയുടെ കാലത്തിലെത്തണം. ബോഗർ മഹർഷിക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു. അദ്ദേഹം ഇപ്പൊ നടക്കുന്ന കലിയുഗത്തില് അത് കഴിഞ്ഞ് വരുന്ന മുരുകയുഗത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പൊ അദ്ദേഹം ഈ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാർ അവരാണ് ഈ ആറുപട വീട് തമിഴ്നാട്ടിൽ കൊണ്ടുവയ്ക്കുന്നത്. കുറെ സ്ഥലങ്ങളിലേക്ക് വേറെ സ്ഥലങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്ത് വന്നവരെല്ലാം തമിഴ്നാട്ടിലേക്കാണോ? അല്ല, പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഈ യസീദികളെയൊക്കെ നോക്കി തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ അബോർജിൻസ് നോക്കി തുടങ്ങി അങ്ങനെ ലോകത്തിന് പല ഭാഗത്തും ഇങ്ങനെ വേരുകൾ അറ്റുപോയ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സിക്കിം കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അതെന്താണ് ഇതിനകത്ത്? സിക്കിം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ പൂജാമുറി, കിഴക്കേ മൂലയിലുള്ള നമ്മുടെ വീടിന്റെ പൂജാമുറികൾ അവിടെ വെക്കുക, വടക്ക് കിഴക്കേ മൂല. അവിടെ ഭാരതത്തിന്റെ പൂജാമുറിയാണ് സിക്കിം. അവിടെ ഗാങ്ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർവ്വതം. ആ പർവ്വതത്തിനുള്ളിൽ ഒരു അഗ്നി ജ്വലിക്കുന്നുണ്ട്. അഗ്നിക്ക് കാവൽ നിൽക്കുന്ന യതികളാണ്. ആ അഗ്നിയാണ് ഭാരതത്തിന്റെ ആത്മാവ്, സ്പിരിച്വാലിറ്റി. അപ്പൊ അതിന് കാവൽ നിൽക്കുന്ന യതികൾ. അതാണ് സിക്കിമിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയ സ്ഥലം. ആ ഗാങ്ടോക്ക് പർവ്വതത്തിൽ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് അനന്തര ഡൈമെൻഷനിലെ ആൾക്കാർക്ക് കണക്ഷൻ ഉള്ള സ്ഥലമാണ്. സുഭാഷ് ചന്ദ്രബോസിനൊക്കെ വേറെ ഡൈമെൻഷനിലേക്ക് പോയ സ്ഥലം അതാണ്. അപ്പൊ അദ്ദേഹം അതുകൊണ്ടാണ് അതിന് ബോഡി കിട്ടാത്തതും കാര്യങ്ങൾ ചെയ്യണം. അവിടെ ഒരു ആർമിക്കാരന്റെ അമ്പലമുണ്ട്. അതൊക്കെ വരുന്നത് ആ ഗാങ്ടോക്കിൽ യതികളായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് അതെല്ലാം നടക്കുന്നത്. ആ സിക്കിം ഞാൻ ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്ന് വിചാരിച്ചു. വയ്യാപുരിയിലേക്ക് വരുന്ന ആൾക്കാർ അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് കാരണം നമ്മളെന്തായാലും നമ്മൾ താമസിക്കുന്ന സ്ഥലം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മകളും കൂടി കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ പല ലോകത്തിന് പല സ്ഥലങ്ങളിലേക്ക് പോയ കൂട്ടത്തില് തമിഴ്നാട്ടിൽ വന്ന ആൾക്കാരാണ് ഈ ആറുപട വീടുകൾ തമിഴ്നാട്ടില് വെക്കണം. 6 ആർമി ഹൗസാണ് അത്. മുരുകവാന്റെ 6 പടയാണ്, 6 പട വീടാണ്. അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത്. ശരിക്കും അമ്പലം അല്ലത്, 6 അപ്പൊ അവരതെടുത്ത് വന്ന് തമിഴ്നാട്ടിൽ വെക്കണം. അപ്പൊ പഴനിയിൽ വന്ന ആൾക്കാര് അവിടുന്ന് കുറച്ച് രഹസ്യങ്ങൾ കൂടി കൊണ്ടുവെക്കണം. എന്നിട്ട് പഴനിയിൽ അവര് താമസിക്കുമ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് പഴനിക്ക് വയ്യാപുരി എന്ന് പേരിടണം. പഴനിക്ക് വയ്യാപുരി എന്ന് പേരുണ്ട്. വയ്യാപുരി എന്ന് അർത്ഥം ലോകത്തിന്റെ തലസ്ഥാനം എന്താ. വയ്യാന്ന് പറഞ്ഞ ലോകം, ഒരു തലസ്ഥാനം, ലോകത്തിന്റെ തലസ്ഥാനം എന്നാണ് അർത്ഥം. അതിനൊരു അറിവിന്റെ അടങ്ങും കൂടിയുള്ള അർത്ഥം കൂടിയുണ്ട്. അപ്പൊ ഈ പഴനി പോലത്തെ സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം ആ ഓർമ്മകളിൽ നിന്ന് അവരിവിടെ കൊണ്ട് വെച്ചത് കൊണ്ടാണ് ലോക തലസ്ഥാനം. അപ്പൊ അവരെന്താ ചെയ്യണം, അവരുടെ ഓർമ്മകൾക്ക് അവർ കുറെ രഹസ്യങ്ങൾ വെച്ച കാരണം ആ ഒരു സംഭവം ഇനി വേറെ ആൾക്ക് കിട്ടാതിരിക്കാനും സമയം വരുമ്പോൾ മാത്രം കിട്ടാനും അവരൊരു കഥ ഉണ്ടാക്കണം. അതാണ് അറിവ് തേടി വന്ന് മുരുകവാൻ തേടി വന്ന ഒരു മാമ്പഴത്തിന്റെ അല്ലാതെ പഴത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരിക്കലും വഴക്കൂടി വരില്ല. അപ്പൊ അതിനൊരു കഥ ഉണ്ടാക്കി ആ ഒരു സംഭവം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ബോഗർ മഹർഷിയുടെ കാലത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ, അദ്ദേഹം മഹാസിദ്ധനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ ഇത് എവിടെയാണ് ഈ സ്ഥലം എന്ന് കണ്ടുപിടിക്കാൻ അദ്ദേഹം ഓരോ മലകൾ സെർച്ച് ചെയ്തുകൊണ്ട് പോകണം. അതുകൊണ്ടാണ് പഴനിമലയ്ക്ക് ചുറ്റുള്ളതും കൊടൈക്കനാലിലൊക്കെ തമിഴ്നാട്ടിൽ പല മലകളിലും ബോഗർ മഹർഷി തപസ് ചെയ്തതും അവിടെ നവപാഷാണത്തിന് കൂട്ടുണ്ടാക്കിയ കഥകളുണ്ട്. ഞാൻ ഒരുപാട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആ സെർച്ചിന്റെ ഭാഗമായിട്ട് അങ്ങനെ അദ്ദേഹം പഴനിമലയിൽ എത്തിയിട്ട് ഇതാണ് സ്ഥലം മനസ്സിലാക്കണം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണു, ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടണം. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. കലിയുഗത്തിന് മുമ്പ് ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിട്ട് വിശുദ്ധന്മാരുടെ കോൺഫറൻസ് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനത്തിന്റെ പ്രകാരമാണ് നവപാഷാണത്തിന്റെ വിഗ്രഹം വെക്കണത്. 9 വിഷമാണത്. അത് ഔഷധമായിട്ട് വരും. അത് ഈ 9 വിഷം കൂടി ചേരുമ്പോൾ ഗ്രാനൈറ്റിനെക്കാട്ടിലും കടുപ്പാണ്. നമ്മള് എന്താ പറയാ, അവിടെ ഒരു കൗബീന തീർത്ഥം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അവിടെ പഴനിയിൽ. അതായത് നമ്മള് രാത്രി മുരുകവാന് കൗബീന എടുത്തു കൊടുക്കും. പിറ്റേ കാലത്തെത്തുമ്പോഴേക്കും അത് വയർത്ത് ആകതാവും. അത് പിഴിഞ്ഞ വെള്ളം കുടിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ്. കാരണം ഔഷധ മൂലത്തിൽ നിന്ന് വരുന്നതാണ്. അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഔഷധം ഉള്ള ഒരു കൂട്ടുകൊണ്ടാണ് അദ്ദേഹം അത് ഉണ്ടാക്കിയത്. ചൈനീസ് കെമിക്കലൊക്കെ ചേർത്തിട്ടു. അത് അദ്ദേഹത്തിന്റെ ബോഗർ 17 എന്ന് പറഞ്ഞ പുസ്തകത്തിലൊക്കെ അദ്ദേഹം
ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് തമിഴ് ബുക്കുകളിൽ അതിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു രണ്ടാമത്തെ വിഗ്രഹം വെച്ച് ഡാർക്ക് മാറ്ററിൽ വിഗ്രഹം വെച്ചിട്ട് പുതിയ യുഗത്തിന് വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് പുലിപ്പാണി സിദ്ധർക്ക് ഇതെല്ലാം ഈ രഹസ്യങ്ങളെല്ലാം കൊടുത്ത് അദ്ദേഹം ജീവസമാധിയാവണം. പുലിപ്പാണി സിദ്ധരാണ് പിന്നെ ഇത് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ തലമുറ. അപ്പൊ ഈ അദ്ദേഹം ഈ പുലിപ്പാണി സിദ്ധര് അതിലൊരു ഇതുണ്ട്, ഈ വേനൽക്കാലം ആകുമ്പോൾ വിഗ്രഹം വയർക്കും. കാരണം ഇത് കൂട്ടിന്റെ പ്രത്യേകത കൊണ്ടാ. അപ്പൊ ഈ കൊടുമുടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് പുലിപ്പാണി സിദ്ധര് വെള്ളം കൊണ്ടുവന്നിട്ട് അതിൽ അഭിഷേകം ചെയ്യും, തണുപ്പ് അല്ലെങ്കിൽ ചൂട് വിയർപ്പ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോഴും അതിന്റെ ആചാരം തുടർന്നുകൊണ്ട് മാർച്ച് ഏപ്രിൽ പங்குനി ഉത്തര മാസ കാലത്ത് കൊടുമുടിയിലേക്ക് ആൾക്കാർ പോയിട്ട് വെള്ളം കൊണ്ടുവന്ന് ഭഗവാൻ അഭിഷേകം ചെയ്യും. അത് നടന്നു പോവും, സൈക്കിളിൽ പോവും, വണ്ടികളിൽ പോവും. അതിനെന്ത് കാരണം എന്ന് വെച്ചാൽ ആ വിഗ്രഹത്തിന്റെ പ്രത്യേകത ഒരു മനുഷ്യ ശരീരം പോലെയാണത്, ചൂടിൽ വയർക്കും. അപ്പൊ ഈ രഹസ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പുലിപ്പാണി സിദ്ധര് ഇത് പല സ്ഥലങ്ങളിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ശബരിമല കാടുകളായിട്ട് ബന്ധമുണ്ട്. അതെനിക്ക് കൂടുതൽ അതിലേക്ക് എൻട്രി കിട്ടിയിട്ടില്ല. പുലിപ്പാണി സിദ്ധർ എന്നുള്ള പേരും ശബരിമലയുമായിട്ട് ഒരുപക്ഷെ ബന്ധമുണ്ട്. അദ്ദേഹം അവിടെ ഉണ്ട്, ബന്ധമുണ്ട്. ആ ശബരിമല കാടിൽ എവിടെയോ അദ്ദേഹത്തിന്റെ ഏതോ ഒരു സംഭവം ഉണ്ട് എന്ന് എനിക്ക് പറയാം. പക്ഷെ അതിലേക്ക് എൻട്രി എനിക്ക് കിട്ടാത്ത കാരണം ഇപ്പൊ മുഴുവൻ പറയാൻ പറ്റില്ല. കിട്ടുമ്പോ തീർച്ചയായിട്ടും ഒരുപക്ഷെ കേരളത്തിലേക്ക് ചൂടുവെച്ചതും ഈ കാര്യങ്ങളും കുറച്ചുകൂടെ വ്യക്തമാവാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പടിയാവാൻ തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇത്ര അറിവുള്ള ബോഗർ മഹർഷി മുരുകാന്റെ വിഗ്രഹം വെച്ചിട്ട് കേരളം നോക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ കാരണമില്ലാണ്ട് അദ്ദേഹം അത് ചെയ്യില്ല, ഉറപ്പായിട്ടും ചെയ്യില്ല. അപ്പോ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തമായ ലക്ഷ്യം ഉണ്ടാവും. അപ്പോ അതിന്റെ ഒരു തുടർച്ച. അപ്പൊ നമ്മൾ കുമാരയാണ്ടത്തിന് ചരിത്രത്തോടെ വന്ന് മൈഗ്രേറ്റ് ചെയ്തുന്ന ആൾക്കാർ നേരെ പഴനിമലയിലും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ആറുവട വീട് വെച്ച് ആർമികാവും അത് ഓർമ്മയില് അത് വെച്ച് പഴനിയിൽ ഇത്ര രഹസ്യങ്ങൾ വെച്ച് അതിനൊരുപാട് വർഷങ്ങൾക്ക് ശേഷം ബോഗർ മഹർഷിയുടെ കാലത്ത് അദ്ദേഹം ഇതൊക്കെ മനസ്സിലാക്കി വീണ്ടും അടുത്ത യുഗത്തിന് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം തയ്യാറാക്കി വെച്ച് അദ്ദേഹം ജീവസമാധിയിലേക്ക് പോകണു. അദ്ദേഹത്തിന് ശിഷ്യ അത് ഏറ്റെടുത്തിട്ട് കേരളമായിട്ടുള്ള ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിൽ കണക്ട് ചെയ്യണു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ കാലത്തെത്തുകയാണ്. ചരിത്രം പിന്നെയും പോവാണ്. നമ്മുടെ കാലത്തെത്തും കുറച്ചും കൂടി. അതാണ് അങ്ങ് നേരത്തെ ചോദിച്ചാൽ പറയാനുള്ളത്. അവിടെ 2004 ആ സമയത്ത് വെറുതെ ഒരു ബന്ധമില്ലാതെ നടന്ന് ഞാൻ എന്നെ പിടിച്ചിട്ട് ഭഗവാൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നു. കാരണം എനിക്കൊന്നും അറിയാത്ത ഒരാളെയാണ് ഇപ്പൊ ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇത്രയധികം കാര്യങ്ങൾ പറയാൻ പറ്റണത്. അപ്പോ എന്നെ നിയോഗിക്കുന്നു. അത് കഴിഞ്ഞ് 2013 മുരുകയുഗം ആരംഭിക്കുന്നു. ആസ്ട്രൽ വേൾഡിൽ മുരുകയുഗം ആരംഭിക്കുന്നു. 2014 ഭാരതത്തിലൊരു മാറ്റം ഉണ്ടാവണം, രാഷ്ട്രീയപരമായ മാറ്റം ഉണ്ടാവണം. 2017 മെയ് 1 നമ്മുടെ LMRK സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യത്തെ ഡ്യൂട്ടി 2018 മയൂരസിംഹാസനം ഇംഗ്ലണ്ടിൽ പ്രതിഷ്ഠിക്കുന്നു. ഇംഗ്ലണ്ടിൽ ഞാൻ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, യൂറോപ്പിലുള്ള പവറിനെ തകർക്കാണ്ട് പുതിയ യുഗം വരാൻ പറ്റില്ല, സീറോ എന്ന് അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് വെക്കുന്നത്. നമുക്കിപ്പൊ ബ്രിട്ടന്റെ അവസ്ഥ അറിയാം, യൂറോപ്പൊക്കെ ഏകദേശം തകർന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് 2019 ആ സമയത്ത് 2020 അടുത്ത ഡ്യൂട്ടി. ആ സമയത്താണ് 2019 കൊറോണയുടെ കോവിഡിന്റെ സിറ്റുവേഷൻ വരുന്നത്. ഒരു യുഗം ആരംഭിച്ച് വേറെ യുഗം ആരംഭിക്കുമ്പോൾ സാധാരണഗതിയിൽ പ്രളയം ഉണ്ടാവുക. പ്രളയം വന്ന് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പുതു നാമ്പ് തുടങ്ങി പുതിയ യുഗം. പക്ഷെ ഇവിടെ ഈ യുഗത്തിൽ കലിയുഗത്തിലെ ഉള്ളിലൊരു ഷിഫ്റ്റിംഗ് ആയ കാരണം ഏറ്റവും മിനിമം ലെവലാണ് ഈ യുഗ ചേഞ്ച് നടന്നത്. ഭൂമി നിശ്ചലായി, എല്ലാം ചലിക്കണതും നിന്നു. ആ കോവിഡ് സമയത്ത് ആ സമയത്താണ് പുതിയ ഒരു യുഗം മുരുകയുഗം ആരംഭിക്കുന്നത്. അപ്പൊ പുതിയ കറങ്ങുന്ന ആ എനർജി മുരുകവാന്റെ എനർജിയാണ്. അതാണ് ലോകത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിന് തൊട്ട് മുമ്പാണ് നമുക്ക് രസകരമായിട്ടുള്ള ഒരു സംഭവം ആലോചിച്ചറിയാം. നമ്മുടെ കോവിഡിന് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എല്ലാവരോടും വിളക്ക് കൊളുത്താനും പെരുമ്പറ കൊട്ടാനും പറഞ്ഞത്. അന്ന് കുറെ കളിയാക്കലും ട്രോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം നമ്മളെ കൊണ്ട് അതിനല്ല ജീവിച്ചത്. അദ്ദേഹം പുതിയ യുഗത്തിന് ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങളെ കൊണ്ട് വരവേൽപ്പിക്കുക ചെയ്ത വിളക്ക് കൊളുത്തി. അങ്ങേക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് അറിയുണ്ടാവും? അല്ലാണ്ട് ചെയ്യില്ലല്ലോ. അങ്ങ് ആലോചിച്ചാൽ ഒരു കാര്യം, അന്ന് കൊളുത്തിയ വിളക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മയില് വിളക്കാണ്. അദ്ദേഹം ധരിച്ച ഡ്രസ്സ് സൗത്ത് ഇന്ത്യൻ ഡ്രസ്സാണ്. അത് വളരെ കുറവല്ല. നോർത്ത് ഇന്ത്യൻ ഡ്രസ്സ് ധരിക്കാവുന്ന ഒരാളാണ്. സൗത്ത് ഇന്ത്യൻ ഡ്രസ്സ് വന്ന് മയിലുള്ള ഒരു വിളക്ക് കൊടുത്തണെങ്കിൽ നോക്കി നിൽക്കുന്ന ചിത്രം വളരെ അത് അറിയാണ്ട് ചെയ്തതാവില്ല. അത് പിന്നെ ആൾക്ക് മനസ്സിലായി പുതിയ യുഗത്തിലെ ഒരു പുതിയ പാർലമെന്റ് വേണം എനിക്ക്, പുതിയൊരു തീരുമാനങ്ങൾ എടുക്കുന്ന പുതിയ പാർലമെന്റ്. ആ പാർലമെന്റിൽ എന്താ അദ്ദേഹം ചെയ്ത മയൂര തീം,
888 സീറ്റ്, മറ്റേ ചെങ്കോല്, ആദ്യത്തെ പ്രതിഷ്ഠ ദിവസം തമിഴ് മന്ത്രം. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിയാത്തതുകൊണ്ട് ചോദിക്കുക, 888 ഒരു പ്രത്യേകത കൂട്ടി 6 ആറ് വട വീട്. അപ്പൊ പാർലമെന്റ് സ്ഥാപിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് ഇത്രയും ഒരുമിച്ച് വരുന്ന അത്ര യാദൃശികമല്ല. ഗാംഭീര്യമായിട്ടുള്ള ഉത്തരേന്ത്യയിലുള്ള സന്യാസിപരന്മാരെയൊക്കെ വിളിക്കാണ്ട് തമിഴ് മന്ത്രം ജപിക്കണമെങ്കിൽ അത് വെറുതെ നടന്നാവുന്നില്ല ഒരിക്കലും. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഒരു യാദൃശികമാവില്ല. അപ്പൊ തീർച്ചയായും അതിലൊരു സൈഡ് കൂടെ അദ്ദേഹം ഒരു സൈഡ് കൂടെ നമ്മൾ. കാരണം 2018 നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. 2021 നമ്മുടെ ചന്തമൊഴി മുരുകവീര പെരുവേൽവി ചോഴന്മാരൊക്കെ രാജാക്കന്മാരെടുത്തത് അങ്ങുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പാർലമെന്റിൽ ഇത് പ്രതിഷ്ഠിക്കുന്നത്. അപ്പോ നമ്മൾ സംഭവം ആരംഭിക്കുമ്പോൾ, അത് പാർലമെന്റ് പോലത്തെ സംഭവം ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ സംസ്കൃതത്തിൽ നിന്ന് മന്ത്രമാണ് അവിടെ വരേണ്ടത്. ഉത്തരേന്ത്യയിലെ സന്യാസിപരന്മാരെ അതിന്റെ പകരം തമിഴ് മന്ത്രം വിളിച്ച് അത് ചെല്ലുമ്പോൾ അതൊക്കെ യാത്ര ചെയ്ത് തോന്നുന്നുണ്ടോ ഈ വിളക്ക് വിളിച്ച്. അത് തീർച്ചയായും അദ്ദേഹം അറിഞ്ഞിട്ട് തന്നെ ചെയ്തതായിരിക്കും.